അച്ഛനെ അമ്മയും കുറിച്ചൊന്ന് പറയാമോ? അച്ഛൻ ഇപ്പം നാട്ടിൽ ഷൂർനാട്ട് തന്നെയാണ്. കൃഷിയായിരുന്നു ജോലി. അച്ഛനും അമ്മയും അത് തന്നെ. അമ്മ ഹൗസ് വൈഫാണ്. അവരെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത്. കാരണം കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു. 2 ആണും 2 പെണ്ണുമായിരുന്നു. അന്നത്തെ കാലത്ത് സാമ്പത്തിക പരിസ്ഥിതിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് അന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഫാമിലിയിൽ നിന്ന് കുറേ പേർക്ക് പഠിക്കുക, കുറേ പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക, അത് വളരെ ബുദ്ധിമുട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കൃഷി ജോലി ഒരു കൃഷിക്കാരൻ്റെ മകനായി ജനിക്കുമ്പോൾ തന്നെ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു ഫീൽഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ഷോഭം ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ വരുമ്പോൾ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഇരുന്ന അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് വിദ്യാഭ്യാസം പഠിപ്പിക്കാനും ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. കുടുംബത്തിൽ നിന്ന് ആദ്യം പോകുന്ന ജ്യേഷ്ഠനാണല്ലോ പുറത്ത്. ജ്യേഷ്ഠൻ പോയി കമ്പനി ജോലി ചെയ്യായിരുന്നു. അതിനുശേഷം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനായിരുന്നു. തീർച്ചയായും ജ്യേഷ്ഠൻ്റെ കൂടെ ചിലവിലാണ് 3 വർഷവും നിൽക്കുന്നത് ജ്യേഷ്ഠൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യുറേക്ക ഫോബേഴ്സിൽ എത്ര വർഷക്കാലം? ഞാൻ 8 കൊല്ലം 91 മുതൽ 98 വരെ ഞാൻ ആ കമ്പനിയിൽ 5 പ്രൊമോഷൻ എടുത്ത് അങ്ങനെ വളരെ മുന്നിൽ നിൽക്കുകയായിരുന്നു. കാരണം ഈ അഹമ്മദാബാദിൽ തന്നെയായിരുന്നു. ഒരു ട്രാൻസ്ഫറോ ഒന്നുമില്ല. ലാസ്റ്റ് ഇയറിൽ ഒരു ട്രാൻസ്ഫർ ബറോഡയിലേക്ക് കിട്ടി. അവിടെ ഞാൻ 1 കൊല്ലം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഓരോ വർഷവും ഞാൻ എൻ്റെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി അവാർഡ്സ് ഞാൻ മേടിക്കാറുണ്ട്. ടാർഗറ്റ് അച്ചീവ് ചെയ്യുക മാത്രമല്ല, എക്സീഡ് ചെയ്യുക മാത്രമല്ല, കുറച്ചും കൂടെ അത് മോർ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. പ്രത്യേക കാരണമുണ്ട്. ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എൻ്റെ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ എൻ്റെ ഒരു പാഷനോട് ആയി മാറിക്കഴിഞ്ഞു. ഏത് ജോലിയും നമ്മളൊരു പാഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ തോന്നി അതൊരു ലഹരിയായിരുന്നു. ലഹരിയാണ്, എൻജോയ് ചെയ്യും. കാരണം അത്രയും വളരെ ഇതായിട്ട്, കാരണം ഒരു ജോലിയായിട്ടല്ല കണ്ടത്. അപ്പോൾ നമ്മളെ തന്നെ അന്വേഷിച്ച് നമ്മോട്ട് വരികയായിരുന്നു. നമുക്ക് അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ട് വന്നില്ല. അഥവാ 12 മണിക്കൂറോ 14 മണിക്കൂറോ വർക്ക് ചെയ്താൽ അതൊരു വർക്കായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് പാഷനാണ്. അതായിരുന്നു കാരണം എന്ന് വെച്ചാൽ. അപ്പോൾ ഒരു മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയും പെട്ടെന്ന് ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് പ്യുവർ സിപ്പ് എന്ന വളരെ ശുദ്ധമായ വെള്ളം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ശുദ്ധതയുള്ള ആ വെള്ളം എന്ന കമ്പനി തുടങ്ങാനുണ്ടായ കാരണം എന്താണ്? യുറേക്ക ഫോബ്സിൽ 8 കൊല്ലം വർക്ക് ചെയ്തു. അത് തെർമാക്സ് എന്നുള്ള കമ്പനിയിൽ 2 കൊല്ലം വർക്ക് ചെയ്തു. തെർമാക്സിൽ ചെയ്തു. ഇത് യുറേക്ക കഴിഞ്ഞിട്ട് തെർമാക്സിലാണ്. യുറേക്ക കഴിഞ്ഞിട്ട് തെർമാക്സിലേക്ക് 2 കൊല്ലം. തെർമാക്സ് പൂനെയിലല്ല, അഹമ്മദാബാദ് തന്നെ. ഗുജറാത്ത് ഓപ്പറേഷൻ ഞാൻ ടേക്ക് ഓവർ ചെയ്തു. കാരണം ഫ്രാഞ്ചൈസി മാനേജ്മെൻറ്റ് ഞാനായിരുന്നു ഗുജറാത്തിൽ നോക്കിയത്. അപ്പം എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളും പ്രൊഡക്റ്റ് സെയിം, പക്ഷേ പ്രൈസ് നോർമൽ കൺസ്യൂമറിന് അഫോർഡ് ചെയ്യാത്ത രീതിയിലുള്ള പ്രൈസാണ് വെച്ചിരുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേ സെയിം പ്രൊഡക്റ്റ് സാധാരണ മനുഷ്യർക്ക് അഫോർഡ് ചെയ്യുന്ന രീതിയിലുള്ള ഉണ്ടാക്കി കൊടുക്കുക, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ. അതാണ് എൻ്റെ ഒരു വിഷൻ. ഈ വളരെ ജോലി ചെയ്യുമ്പോൾ തന്നെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. പലപ്പോഴും ഞാൻ അപ്പർ മാനേജ്മെൻറ്റ് ഫീഡ്ബാക്ക് കൊടുത്തിരുന്നു. ഈ ചെറിയ പ്രൊഡക്ട്സ് വരെ നമ്മൾ 15,000-12,000 രൂപയ്ക്ക് വിൽക്കുക, അതൊരു സാധാരണ മനുഷ്യന്, എല്ലാവർക്കും ഹെൽത്ത് ആവശ്യമാണ്. അപ്പോൾ സാധാരണ മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യും? അപ്പം ബിസിനസ് എപ്പോഴും ബിസിനസ്സാണ്. പക്ഷേ ആ തോട്ടാണ് എൻ്റെ ഈ സംരംഭത്തിലേക്കുള്ള കൺവേർഷൻ. കാര്യം കസ്റ്റമറുമായിട്ടുള്ള ഒരുപാട് ഇൻട്രാക്ഷൻ. കാര്യം നമ്മൾ ആ കസ്റ്റമർ അത്രയും നല്ല റിലേഷനാകുമ്പോൾ ഹരി ഈ പ്രോഡക്റ്റിന് ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്തയായിരുന്നു ഒരു കമ്പനി തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. പ്യുവർ സിപ്പ് എന്ന പേര് നൽകാൻ തന്നെ കാരണം പ്യുവർ സിപ്പ്, അതായത് നമ്മളുണ്ടാക്കുന്ന പ്രൊഡക്റ്റുമായിട്ടൊരു നല്ല കണക്ഷൻ അത് വേണം. പ്യുവർ എന്നുള്ള ശുദ്ധമാണ്. അത് റിയലി അത് മീൻ ചെയ്തുകൊണ്ടാണ് പ്യുവർ ആക്കിയത്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പ്യുവർ ആയിരിക്കണം. ഒന്ന്. സിപ്പ് സാധാരണ കോമൺലി ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സിപ്പ്. സിപ്പ് സിപ്പ് കുടിക്കുക. അപ്പം അതാണ് സിപ്പ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. അത് സിപ്പിന് വേറെ അർത്ഥമുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് നോക്കും. അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ്. ഒരു വാട്ടർ പ്യൂരിഫയർ ചെയ്ത് കൊടുക്കുന്നത്. വളരെ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി, കാരണം ക്വാളിറ്റി എന്ന ഒരൊറ്റ വാക്ക് താങ്കൾ പറഞ്ഞു. എന്ത് വന്നാലും ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് നമുക്കിപ്പോൾ ലോസ് ഓർ പ്രോഫിറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റി ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? വ്യക്തിയായാലും സ്ഥാപനങ്ങളായാലും സൊസൈറ്റി ആയാലും ക്വാളിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ലോങ് ടൈം നിൽക്കാൻ പറ്റില്ല. അത് യു ലുക്ക് അറ്റ് എനി സൊസൈറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
വ്യക്തിയായാലും ക്വാളിറ്റി എന്നുള്ള സാധനം ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ ഒരു ലിമിറ്റിന് പുറത്ത് പോകത്തില്ല, വളരത്തില്ല. അപ്പോൾ അതാണ് ക്വാളിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് വാല്യൂ സിസ്റ്റത്തിന് തുല്യമാണ്. അതൊരു പ്രൊഡക്റ്റിനായിക്കോട്ടെ ഒരു വ്യക്തിക്കായിക്കോട്ടെ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യം ഒരു വ്യക്തിക്ക് വേണ്ടത് ക്വാളിറ്റിയാണ്. ഒരു ക്യാരക്ടർ മൊബിലൈസ് ചെയ്യാനും എല്ലാത്തിനും അവൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി വളരെ പ്രധാനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തി നന്നായാൽ പ്രോഡക്റ്റ് നന്നാവും. അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് അതിൻ്റെ ക്വാളിറ്റി താങ്കളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം, അല്ലേ? അതാണ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാണ്. അതായത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഇമ്പ്രൂവ് പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. തീർച്ചയായും. വളരെ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്ന ഏതൊരു ബിസിനസ്സിൻ്റെയും വിജയത്തിൻ്റെ വളരെ പ്രധാന ഭാഗമാണ്. തീർച്ചയായും താങ്കളൊരു 8 വർഷക്കാലം എംപ്ലോയീസ് ആയിരുന്നു. താങ്കൾക്ക് തീർച്ചയായും ഇതൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് താങ്കളുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും. കാരണം അതിൽ യാതൊരു കുറവും ഉണ്ടാവില്ലെന്നറിയാം. ഇതിൻ്റെ ഈ എംപ്ലോയീസിൻ്റെ റിലേഷൻ എത്രമാത്രമാണ്? വളരെ നല്ല റിലേഷനാണ്. അപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് നല്ല ടാലൻറ്റിനെ റിക്രൂട്ട് ചെയ്യുക, ആ ടാലൻറ്റിനെ റിറ്റെയിൻ ചെയ്യുക. അതാണ് 2 മേജർ ചലഞ്ചസ് ഉള്ളത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ പ്രോസസ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ടാലൻറ്റിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, റിറ്റെയിൻ ചെയ്യുക. അപ്പം ആസ് എൻ എംപ്ലോയി ഒരു എംപ്ലോയിയുടെ സൈക്കോളജി മനസ്സിലാക്കി അതിന് അതേ രീതിയിൽ ഒരു എംപ്ലോയി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ ടാലൻറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എംപ്ലോയിയുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുക. തീർച്ചയായും ആ എംപ്ലോയിയുടെ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ ആ ഒരു നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? ആൾ ഓവർ ഗുജറാത്തിലാണോ? എനിക്ക് ബറോഡ, രാജ്കോട്ട്, സൂററ്റ് എന്നീ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനുണ്ട്. കേരളത്തിൽ റീസെൻ്റ്ലി 1 കൊല്ലം മുമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കൊല്ലം, ആലപ്പി, എറണാകുളം എന്നീ സ്ഥലങ്ങളിൽ ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നല്ല വെള്ളമാണെങ്കിലും ഫ്യൂച്ചറിൽ നല്ല വെള്ളം ചീത്ത വെള്ളമാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെയും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നല്ല വെള്ളമായിരിക്കാം, പക്ഷേ ഇത് ഗ്യാരണ്ടി തരുന്നില്ല. കേരളത്തിലെ എല്ലാ നദികളിലും ബാക്ടീരിയ വൈറസ് ഈയിടയ്ക്ക് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടും ഞാൻ വായിച്ചു. അപ്പോൾ ഫ്യൂച്ചർ ഉണ്ട്. അപ്പം ഒരു സെയിൽസ്മാൻ ഒരു മരുഭൂമിയിൽ പോയിട്ട് പറയുന്നു, സാറേ ഇവിടെ ആരും ചപ്പൽ ഉപയോഗിക്കുന്നില്ല, ഇവിടെ മാർക്കറ്റില്ല. കാരണം ആരും മരുഭൂമിയിൽ ചപ്പൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ വേറെ സെയിൽസ്മാൻ, പോസിറ്റീവ് തിങ്കിങ് ഉള്ള ഒരു സെയിൽസ്മാൻ മരുഭൂമി പോയിട്ട് പറയുന്നു, സാറേ ഇവിടെ ആരെയും ചെപ്പില്ല, 100% മാർക്കറ്റാണ്. അപ്പോൾ അതേ ഫീലിംഗ് എനിക്ക് കേരളത്തിൽ തോന്നി. ഇവിടെ വെള്ളം നല്ലതാണ്, ദാറ്റ് മീൻസ് 100% മാർക്കറ്റാണ്. നാളെ അത് നമുക്കത് പ്രയോജനം ചെയ്യുമെന്നുള്ളത് ഒരു നല്ല വിഷനോട് മനസ്സിലാക്കി.